ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ വളരെ മനോഹരമായ മറ്റൊരു കഥയാണ് പറയുന്നത്. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കണ്ടുമുട്ടലും അവരുടെ ഗാന്ധർവ വിവാഹവും. നിങ്ങൾക്ക് ഈ കഥയൊക്കെ അറിയാമായിരിക്കും അല്ലേ? മുമ്പ് മഹാഭാരതത്തിൽ ഈ കഥയൊക്കെ വളരെ വിശദമായി തന്നെ വ്യാസഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. അറിയാവുന്നവർ വീണ്ടും കേൾക്കുക. അറിയാൻ സാധിക്കാത്ത ആളുകൾ, അതല്ലെങ്കിൽ മറന്നുപോയിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അറിയാമല്ലേ? പക്ഷെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിരിക്കും പലതും. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിരുന്ന് ഈ കഥകളൊക്കെ കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. മാധവത്തിലൂടെ ഇതുപോലെയുള്ള കഥകൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം പറയണം. നിങ്ങൾക്ക് മാധവത്തിനെ ഇഷ്ടമാണോ എന്നുള്ള കാര്യവും നിങ്ങൾ കമൻ്റായി പറയണം. ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. കുരുവംശത്തിലെ വളരെ പ്രതാപശാലിയായ മറ്റൊരു രാജാവായിരുന്നു ദുഷ്യന്തൻ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട അനേകം രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് സമൃദ്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് ആ രാജാവ് പ്രജാക്ഷേമ പരിപാലനം ചെയ്തു പോന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രകൃതി ക്ഷോഭവും ഉണ്ടായിരുന്നില്ല. ധനധാന്യാദികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആകെ സുന്ദരമായ ഒരു ഭരണകാലഘട്ടമായിരുന്നു ഈ ദുഷ്യന്ത മഹാരാജാവിൻ്റേത്. അദ്ദേഹം വലിയ യോദ്ധാവായിരുന്നു, അതിബലവാനായിരുന്നു. ഒരു മന്ദര പർവ്വതത്തെ പോലും തോളിലേറ്റാവുന്ന അത്ര ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം വലിയ ശക്തിശാലിയായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുതിരസവാരിയിലും ആനസവാരിയിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെ സാമർഥ്യമുള്ളവനായിരുന്നു. വിഷ്ണുതുല്യമായ ശക്തിയും സൂര്യതുല്യമായ തേജസ്സും സമുദ്രതുല്യമായ ഗാംഭീര്യവും ഭൂമിക്കൊത്ത ക്ഷമാശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അദ്ദേഹത്തെ സകല ദേശവാസികളും വളരെ ഭക്തിയോടുകൂടി ആരാധിച്ചിരുന്നു. ഒരിക്കൽ ഈ ദുഷ്യന്തൻ തൻ്റെ സേനയോടൊപ്പം ഒരു വനപ്രദേശത്തിൽ അകപ്പെടുകയാണ്. ആ വനം താണ്ടി മുമ്പോട്ട് പോയപ്പോൾ ഒരു മനോഹരമായ ആശ്രമം അദ്ദേഹം കാണുന്നു. ആ ആശ്രമം നിൽക്കുന്ന ആ പ്രദേശം, ആ കാനന പ്രദേശം വളരെ സുന്ദരമായിരുന്നു. അതിസുന്ദരമായ പ്രദേശം. ആ വനത്തിലെ വൃക്ഷങ്ങളും വള്ളികളും എല്ലാം തന്നെ വളരെ സുന്ദരമായിരുന്നു. അതിലുണ്ടായിരിക്കുന്ന പൂക്കൾക്ക് പോലും വളരെ പ്രത്യേകമായ ഒരു ഭംഗിയും സൗരഭ്യവും ഉണ്ടായിരുന്നു. അതിമനോഹരമായ പ്രദേശം, മനോഹരങ്ങളായ പക്ഷികൾ. ആ ആശ്രമത്തിൻ്റെ യോഗ്യമായ ഒരു സ്ഥലത്ത് അഗ്നിഹോത്രത്തിൻ്റെ പവിത്രമായ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു. ആശ്രമത്തിൻ്റെ മുമ്പിലൂടെ മാലിനി നദി മനോഹരിയായി ഒഴുകിക്കൊണ്ടിരുന്നു. അത്ര സുന്ദരമായ ആ ആശ്രമത്തിലേക്ക് ദുഷ്യന്തൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. അത് ഋഷിശ്രേഷ്ഠനായ കശ്യപ ഗോത്രീയനായ കണ്വ ഋഷിയുടെ, കണ്വ മഹർഷിയുടെ ആശ്രമം ആയിരുന്നു. പടയാളികളെയും മന്ത്രിമാരെയും പുരോഹിതന്മാരെയും ദുഷ്യന്തൻ ആശ്രമത്തിൻ്റെ പുറത്തു നിൽക്കാനായി ആജ്ഞാപിച്ചിട്ട് അദ്ദേഹം മാത്രമായിട്ട് ആ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. മഠാധിപതിയായ കണ്വ മഹർഷി ആ സമയം
അവിടെ ഉണ്ടായിരുന്നില്ല. ആശ്രമത്തിൽ ആളൊച്ചയൊന്നും കേൾക്കാത്തതുകൊണ്ട് രാജാവ് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? രാജാവിൻ്റെ ശബ്ദം കേട്ടിട്ട് ലക്ഷ്മീദേവിയെപ്പോലെ സൗന്ദര്യവതിയായ ഒരു താപസവേഷധാരിയായ ഒരു കന്യകാരത്നം ആശ്രമത്തിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് വന്നു. മഹാരാജാവായ ദുഷ്യന്തനെ കണ്ടതോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ആ സുന്ദരി ഇങ്ങനെ പറയുകയാണ്, അങ്ങേക്ക് സ്വാഗതം. അതിഥി മര്യാദ അനുസരിച്ച് പാദശുചീകരണം നടത്തി ആസനത്തിലിരുത്തി അന്നപാനാദികൾ സമർപ്പിച്ചതിനു ശേഷം വളരെ വിനയത്തോടു കൂടി ആ കന്യക തിരക്കുകയാണ്, അങ്ങേക്ക് സൗഖ്യമല്ലേ? ഇപ്രകാരമുള്ള സ്വാഗതങ്ങൾക്കു ശേഷം അവൾ ചോദിക്കുകയാണ്, ഞാൻ അങ്ങേക്ക് എന്തു സഹായമാണ് ചെയ്യേണ്ടത്? അതിമനോഹരിയായ ആ സുന്ദരിയെ നോക്കിക്കൊണ്ട് ദുഷ്യന്തൻ പറയുകയാണ്, ഞാൻ മഹാതപസ്വിയായ കണ്ണു മഹർഷിയെ ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ദയവായി അത് പറഞ്ഞു തന്നാലും എന്ന് ദുഷ്യന്തൻ പറഞ്ഞപ്പോൾ ശകുന്തള എന്ന ആ സുന്ദരി പറയുകയാണ്, അദ്ദേഹം ഫലമൂലാദികളും പൂക്കളും മറ്റും സമാഹരിക്കുന്നതിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചാലും വൈകാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എഴുന്നള്ളും. അപ്പോൾ അങ്ങേക്ക് ദർശനം ലഭിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ അതിസുന്ദരിയായ ശകുന്തളയെ നോക്കിക്കൊണ്ട് ദുഷ്യന്തൻ ചോദിക്കുകയാണ്, സുന്ദരി, നീ ആരാണ്? നിന്റെ അച്ഛൻ ആരാണ്? എന്തിനാണ് ഈ ആശ്രമത്തിൽ താമസിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ശകുന്തള പറയുകയാണ്, ഞാൻ കണ്ണു മഹർഷിയുടെ മകളാണ്. അത് കേട്ട ആ നിമിഷം തന്നെ ദുഷ്യന്തൻ പറയുകയാണ്, അല്ലയോ സുന്ദരി, കണ്ണു മഹർഷി ബ്രഹ്മചാരിയാണല്ലോ. ധർമ്മം പോലും ചിലപ്പോൾ അധർമ്മത്തെ പുൽകി എന്ന് വരാം. എന്നാൽ മഹാനായ കണ്ണൻ തൻ്റെ ധർമ്മത്തിൽ നിന്നും തൻ്റെ ബ്രഹ്മചര്യത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയില്ല. ആ നിലയിൽ അല്ലയോ സുന്ദരി, നീ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രിയാകുന്നത്? അത് കേട്ടപ്പോൾ ശകുന്തള മറുപടി പറയുകയാണ്, മഹാരാജാവേ, ഒരിക്കൽ ഒരു ഋഷിയോട് എൻ്റെ സംപൂജ്യനായ പിതാശ്രീ എൻ്റെ ജന്മവൃത്താന്തം പറഞ്ഞു കൊടുത്തിരുന്നു. ആ ഋഷിയിൽ നിന്നും എൻ്റെ ചരിതം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നാൾ പരമപ്രതാപിയായ വിശ്വാമിത്ര മഹർഷി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. വിശ്വാമിത്രൻ തപസ് പൂർത്തിയാക്കിയാൽ തനിക്കുള്ള ഇന്ദ്രപ്പട്ടം കൈവിട്ടു പോകുമോ എന്ന് ദേവേന്ദ്രൻ ഭയന്നു. അതിനാൽ വിശ്വാമിത്രൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുന്നതിന് ഇന്ദ്രൻ നിശ്ചയിച്ചു. അതിനുവേണ്ടി സ്വർഗനർത്തകിയായ മേനക എന്ന അപ്സരസിനെ ഇന്ദ്രൻ വിശ്വാമിത്രൻ്റെ അടുക്കലേക്ക് അയച്ചു. ആ അപ്സരസിന് വിശ്വാമിത്രനുമായുള്ള സംയോഗത്തിൽ ഞാൻ ഭുജാതയായി. മാതാവ് എന്നെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി. കാട്ടിലാണ് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചത്. ആ കാട്ടിൽ ഭയാനകങ്ങളായ ജന്തുക്കൾ ഉണ്ടായിരുന്നു. ആ ജന്തുക്കളിൽ നിന്നും എന്നെ രക്ഷിച്ചത് ശകുന്തങ്ങൾ എന്ന പക്ഷികളാണ്. അതുകൊണ്ടാണ് ഞാൻ ശകുന്തള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ന് കണ്ണു മഹർഷി എന്നെ എടുത്തുകൊണ്ട് വന്ന് സംരക്ഷിച്ച് വളർത്തുകയായിരുന്നു. ശരീരജനകനും പ്രാണരക്ഷകനും അന്നദാതാവും അച്ഛൻ തന്നെയാണ്. ആ നിലയിൽ കണ്ണു മഹർഷി എൻ്റെ അച്ഛനും ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രിയും ആണ്. ഇങ്ങനെ ശകുന്തള തൻ്റെ ജന്മരഹസ്യം ദുഷ്യന്തനോട് പറഞ്ഞപ്പോൾ ദുഷ്യന്തൻ പറയുകയാണ്, അല്ലയോ സുന്ദരി, നീ ബ്രാഹ്മണ കന്യകയല്ല, ക്ഷത്രിയ കന്യകയാണ് എന്ന് എനിക്ക് ബോധ്യമായി.
അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയായിക്കൊള്ളുക. അല്ലയോ സുന്ദരി, ഗാന്ധർവ വിധി അനുസരിച്ച് നമുക്ക് പാണിഗ്രഹണം ചെയ്യാം. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധർവ വിവാഹം ഉത്തമ വിവാഹ മാർഗമാണ്. അത് കേട്ടപ്പോൾ ശകുന്തള മറുപടി പറയുകയാണ്, എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെയില്ലല്ലോ, അങ്ങൽപ്പം ക്ഷമിക്കുക, അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുക. അദ്ദേഹം വന്നിട്ട് എന്നെ അങ്ങേക്ക് സമർപ്പിക്കും. ശകുന്തളയുടെ ഇപ്രകാരമുള്ള മറുപടി കേട്ടപ്പോൾ ദുഷ്യന്തൻ പറയുകയാണ്, നീ എന്നെ സ്വയം വരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ശകുന്തള ഒരു കാര്യം ദുഷ്യന്തനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ട്. അങ്ങേക്ക് എന്നിൽ ജനിക്കുന്ന പുത്രൻ, അവനെ അങ്ങ് ജീവിച്ചിരിക്കെ തന്നെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യണം. ഈ വ്യവസ്ഥ പാലിക്കാമെങ്കിൽ ഞാൻ അങ്ങയെ സ്വീകരിക്കാം. ഇത് കേട്ടപ്പോൾ മറ്റൊരു കാര്യവും ദുഷ്യന്തൻ ചിന്തിക്കാതെ തന്നെ ആ സുന്ദരിയിൽ ശകുന്തളയുടെ സൗന്ദര്യത്തിൽ മയങ്ങി ദുഷ്യന്തൻ അതെല്ലാം സമ്മതിച്ചു. തുടർന്ന് ദുഷ്യന്തനും ശകുന്തളയും ഗാന്ധർവ വിധി അനുസരിച്ചിട്ടുള്ള പാണിഗ്രഹണവും നടത്തി. ശകുന്തളയുമായി സമാഗമമുണ്ടായ ദുഷ്യന്തൻ, ചതുരംഗസേനയുടെ അകമ്പടിയോടുകൂടി നിന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വിശ്വസിപ്പിച്ച് രാജധാനിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയുമ്പോൾ എന്താണാവോ സംഭവിക്കുവാൻ പോകുന്നത് എന്നോർത്ത് ശകുന്തള അല്പം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതും സത്യം. അല്പം കഴിഞ്ഞ് കണ്വ മഹർഷി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. നാണം കൊണ്ട് ശകുന്തള കണ്വൻ്റെ അടുത്തേക്ക് പോയില്ല. ത്രികാലജ്ഞാനിയായ കണ്വൻ ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. സന്തോഷത്തോടുകൂടി അദ്ദേഹം ശകുന്തളയോട് ഇങ്ങനെ പറഞ്ഞു, മകളെ, നീ എന്നോട് ചോദിക്കാതെയാണെങ്കിലും ചെയ്ത കാര്യം ധർമ്മവിരുദ്ധമല്ല. ക്ഷത്രിയന്മാർക്ക് ഗാന്ധർവ വിവാഹം സമ്മതമാണ്. ദുഷ്യന്തൻ ധർമാത്മാവും ഉദാരമനസ്കനും ശ്രേഷ്ഠനുമാണ്. അദ്ദേഹവുമായുള്ള നിന്റെ പാണിഗ്രഹണത്തിൽ നിനക്കൊരു ശക്തനായ പുത്രൻ ഉണ്ടാവുക തന്നെ ചെയ്യും. അയാൾ സമസ്ത ഭൂമിയുടെയും രാജാവായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് പിതാവ് പുത്രിയെ ആശ്വസിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ കുലീനയായ ഒരു പുരുഷനും കുലീനയായ ഒരു സ്ത്രീയും അവർ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അവർക്ക് വിവാഹിതരാകാം എന്ന് വ്യാസൻ പറയുന്നു. അപ്രകാരം വിവാഹിതരായിരിക്കുമ്പോഴും ഭാവിയെക്കുറിച്ചൊരു ചിന്ത വിട്ടുപോകരുത് എന്ന് വ്യാസഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അതാണ് തനിക്ക് ദുഷ്യന്തനിൽ ഉണ്ടാകുന്ന പുത്രൻ രാജ്യത്തിൻ്റെ അനന്തര അവകാശിയാകണമെന്ന് ശകുന്തള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അത് മാത്രം പോരാ, ദുഷ്യന്തൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകനെ രാജാവാക്കണം എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ശകുന്തളയ്ക്ക് രാജപത്നിയായാൽ മാത്രം പോരാ, രാജമാതാവും ആകണം എന്നുള്ളതാണ്. വികാരത്തിന് അടിമപ്പെട്ടു മാത്രമുള്ള വൈവാഹിക ജീവിതം വ്യാസൻ സമ്മതിക്കുന്നില്ല. അതാണ് ഭാവി ഭാസുരമാക്കുന്നതിനുള്ള ഒരു കരാർ കൂടി ഇവിടെ ഉറപ്പിക്കപ്പെട്ടത്. ഇത് കമിതാക്കൾക്കുള്ള ശക്തമായ ഒരു ഉപദേശം കൂടിയാണ്. ഹരേ കൃഷ്ണ. വ്യാസഭഗവാൻ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് ശകുന്തള പ്രസവിക്കുന്നു, ശകുന്തളയുടെ മകൻ, അക്കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ കഥാഭാഗമാണ്. അക്കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ
നോക്കാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിലൂടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ കഥകൾ, അതിലെ കാര്യങ്ങൾ അത്രമാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പലതും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഗ്രന്ഥകർത്താവ്, അതായത് വ്യാസഭഗവാൻ, ഈ കഥയിലൂടെ നിങ്ങളെ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അത്ര മഹത്തായ ഒരു ഋഷി പരമ്പരയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സുന്ദരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.